മധുരം കഴിച്ചാൽ എങ്ങനെയാ? ബോറായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള നീജ മിന്നു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സൂപ്പ് റെസിപ്പി ചെയ്യാനായിട്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നമുക്കൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. വെജിറ്റബിൾസിന് പകരമായിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ മിക്സിൻ്റെ നോറിൻ്റെ ചിക്കൻ പാക്കറ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ യൂസ് ചെയ്യാം. വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന മിക്സ് ആണ്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 5 കപ്പ് വെള്ളം എടുക്കാം. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ടുള്ള സവാളയും ക്യാരറ്റും പിന്നെ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ള ഒരു മുട്ടയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതുകൂടി ഒന്ന് മാറ്റി വയ്ക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ ചിക്കൻ പീസുകളൊക്കെ മാത്രം ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള വെള്ളത്തിനെ നമുക്കൊരു അരിപ്പയിലൂടെ നരച്ചൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂണ് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ അത് അവിടെ ആയിട്ട് വേവാതെ തന്നെ കിടക്കും. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്പ്രിംഗ് ഓനിയൻസോ അല്ലെങ്കിൽ മല്ലിയിലയോ ചെറുതായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.